സർ മുൻപ് കുറച്ച് കസിൻസ് എബ്രോഡ് പോയിട്ട് പഠിച്ച് തിരിച്ചു വരുന്നുണ്ട്. സോ അവര് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഗുണമുണ്ടോ? നല്ല ക്വസ്റ്റ്യൻ. അതെ, ഇതെന്താന്ന് പറയോ, എല്ലാ ഏജൻസീസും പുറത്തേക്ക് പോയി പഠിച്ച് അവിടെ സെറ്റിൽ ആവും എന്ന് പറയണേ. സി, എന്റെ കൺസെപ്റ്റ് ടോട്ടലി ഡിഫറെന്റ് ആണ്. യൂണിയർക്ക് എന്താ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അവിടെ പോയി സെറ്റിൽ ആവണേക്കാളും പഠിക്കുക, തിരിച്ച് നാട്ടിലേക്ക് വരിക. നമ്മുടെ നാട്ടിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പൊ ലൈക്ക് ഞാൻ തന്നെയാണെങ്കിലും പുറത്ത് പോയി പഠിച്ചിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ പുറത്ത് പോയി പഠിച്ച സ്റ്റുഡൻസ് എല്ലാവരും അവിടെ സെറ്റിൽ ആവാൻ എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല. പലർക്കും നാട് കഴിയുമ്പോഴേക്കും ഒരു ഹോം സിക്നസ് വരും, തിരിച്ചു വരാറുണ്ട്. നമ്മുടെ നാട്ടിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഡ്രീമിനെ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എല്ലാവരും വന്നിട്ട് ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ള ഇഷ്ടം പോലെ ന്യൂസ് വരുന്നുണ്ട്. അപ്പൊ അതല്ല, എല്ലാ നെഗറ്റീവിലും ഒരു പോസിറ്റീവ് കാണാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. അത് മാത്രമാണ് മെയിൻ തിങ്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടുത്തെ എഡ്യൂക്കേഷനിൽ നമ്മുടെ വെറും തിയറി മാത്രമല്ല, അവിടെ പഠിപ്പിക്കുന്നത് തിയറി വിത്ത് പ്രാക്ടിക്കലാണ്. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അവിടെ കിട്ടുന്ന ആ ഒരു എക്സ്പോഷർ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചാൻസ് ഇന്ത്യയിലുണ്ട്. ഇപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിലും ഇന്ത്യ ഗവൺമെന്റ് ആണെങ്കിലും ഇപ്പൊ സ്റ്റാർട്ടപ്പിന് നല്ല ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്കൊരു നല്ലൊരു എഡ്യൂക്കേഷൻ കിട്ടുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരു സ്വന്തമായിട്ട് ഒരു ബിസിനസ്സോ അതല്ലെങ്കിൽ സ്വന്തമായിട്ട് അല്ലെങ്കിൽ പാരന്റ്സിന്റെ ബിസിനസ്സോ നിങ്ങൾക്ക് അതിനെ കൊണ്ടുപോകാനായിട്ട് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, ഞാൻ പറയും ഇന്ത്യ ഒരു നല്ലൊരു കൺട്രി തന്നെയാണ്. അവിടെ പോയി സെറ്റിൽ ആവണം എന്ന് ഞങ്ങൾ പറയില്ല. നിങ്ങൾ പോയി നല്ലൊരു എഡ്യൂക്കേഷൻ എടുക്കും, തിരിച്ചു വരും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ വരുന്നത് നിങ്ങൾക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്, നല്ലൊരു കോളേജ്, അവിടെ പോവുക, നല്ലൊരു മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ നല്ലൊരു ഡിഗ്രി അല്ലെങ്കിൽ നല്ലൊരു ഡിപ്ലോമ, ദെൻ കം ബാക്ക്. ഇവിടെയും ഓപ്പർച്യൂണിറ്റി ഉണ്ട്.